കൊല്ലം തേവലക്കരയിൽ ഭർത്തൃമാതാവിനെ മരുമകൾ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. മരുമകളായ മഞ്ജുമോൾ തോമസിനെ തെക്കുംഭാഗം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങൾ നൽകാൻ ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, വിവരം എന്താണ്? രേഷ്മ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിക്രൂരമായ ഒരു മർദ്ദനമാണ് 80-കാരിയായിട്ടുള്ള വയോധികയ്ക്ക് മരുമകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ ദൃശ്യങ്ങളാണെങ്കിൽ പോലും ഇത് വർഷങ്ങളായി ഇത്തരത്തിൽ ഈ മരുമകൾ അമ്മാവിയമ്മയെ ഉപദ്രവിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 80-കാരിയായിട്ടുള്ള ഏലിയമ്മ വർഗീസിനെ മർദ്ദിക്കുന്നത് ഹയർ സെക്കൻഡറി അധ്യാപിക കൂടിയായിട്ടുള്ള മരുമകൾ മഞ്ജുമോൾ തോമസ് ആണ്. ഈ മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് മരുമകൾ ഇത്തരത്തിൽ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തെക്കുംഭാഗം പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതി സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മകനില്ലാത്ത സമയത്ത് മർദ്ദിച്ചു, അത്തരത്തിൽ തനിക്ക് പരിക്കേൽക്കുകയും ചവറയിലുള്ള സർക്കാർ ആശുപത്രിയിൽ പോയി പ്രാഥമിക ചികിത്സ തേടുകയും ചെയ്തു ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകിയായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇത് വിശദമായി അന്വേഷിച്ച് ഈ മഞ്ജുമോളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരമായ മർദ്ദനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ളതാണ്. അത് ഈ മഞ്ജുമോളുടെ ഭർത്താവിന്റെ ഒരു സുഹൃത്ത് അവിടെ എത്തിയ സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. പോലീസ് ഈ ദൃശ്യങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ, അതായത് പ്രായമായവരെ ഉപദ്രവിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി. മാത്രമല്ല, വധശ്രമത്തിനെതിരെയുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തതായി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ചവറ തെക്കുംഭാഗം പോലീസാണ് ഈ 80-കാരിയുടെ പരാതിയിൽ മരുമകൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ അതിൽ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഞ്ജുമോളുടെ 2 കുട്ടികളുടെ കൂടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ആ പ്രായമായ മാതാവിനെ ചവിട്ടിത്തള്ളുകയും മാത്രമല്ല ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത്. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിൽ പലപ്പോഴും പലതരത്തിലുള്ള ബഹളങ്ങൾ കേൾക്കാറുണ്ട്. ഈ കുടുംബ പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായാണ് ഈ 80-കാരിയായിട്ടുള്ള മാതാവിന് ക്രൂരമായി ഇത്തരത്തിൽ മരുമകളുടെ ഭാഗത്തു നിന്ന് മർദ്ദനമേൽക്കുന്നത്. പോലീസ് എന്തായാലും ഈ ദൃശ്യങ്ങൾ കൂടെ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ശരി ലിജോ.